എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? നല്ല എൻ്റർടൈനറാണ്. ഇത് മെസ്സേജൊന്നും കണ്ടില്ല, നല്ല എൻ്റർടൈനറാണ്. ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിനെ യങ്സ്റ്റേഴ്സിനെ പറ്റിയ മൂവിയാണ്. യങ്സ്റ്റേഴ്സൊക്കെ എൻജോയ് ചെയ്യും. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, കാരണം യാതൊരു വൾഗാരിറ്റി വയലൻസ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് എല്ലാം പറഞ്ഞ പോലെ ഇത് പറയാനുള്ളൂ, വളരെ അപ്ഡേറ്റഡാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും 2-3 വർഷമായിട്ട് നല്ലൊരു ടൈമാണ് മമ്മൂട്ടിക്ക്. കൊമേഴ്സ് ഫിലിമായാലും ആർട്ട് മൂവീസ് ആയാലും സെലക്ഷൻ കിട്ടും. ഇതെന്നാണ് ഒരു ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാം കോമഡി ഉണ്ട്, കോമഡി ആക്ഷൻ പുള്ളിക്ക് ഞാൻ പറ്റുന്ന പണ്ട് പറയും. ഇത് നന്നായി ചെയ്യുന്നുണ്ട്. ഞാൻ യാതൊരു നൈറ്റിങ് കാണുന്നില്ല. നല്ല 100% ലാഗില്ലാത്തൊരു എൻ്റർടൈനറാണ്. ഇപ്പോൾ ഈ ഡയറക്ടർ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പം മമ്മൂക്ക ആയതുകൊണ്ട് കുറച്ച് ഫൈറ്റ് സീനുകളിലൊക്കെ കുറച്ച് ഫൈറ്റ് സീൻസ് സാധാരണ നമുക്ക് അത്ര നന്നായി ചെയ്യാറുണ്ട്. ഇത് നന്നായി ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീൻ നന്നായി ചെയ്യുന്നുണ്ട്, കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സിനെ പുള്ളി പണ്ടേ നന്നായി ചെയ്യണം. എനിക്ക് ലാഗ് നമുക്ക് എനിക്ക് തോന്നിയില്ല. റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. ഇത് ക്ലീശം ഇതൊരു കണ്ടുപോയ ഫിലിമാണ്. ഒരു മാസ് മസാല മൂവിയല്ല, ഒരു ക്ലാസ് എൻ്റർടൈനറാണ്. ബിഗ് ബിയർ പോലെ ആ ക്ലാസ് എൻ്റർടൈനറാണ്. ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ CBI പോലെ സീരിയസ് അല്ല, തമാശയിൽ പറഞ്ഞാൽ അങ്ങനെ പോകും. ഗൂഗിളിനെ ചെയ്തിട്ടുണ്ട്. ആകെ നെഗറ്റീവാണ്, കുറച്ച് പ്രായം തോന്നിക്കുന്നത്. അതുമാത്രമേ ഇല്ലെങ്കിൽ എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈനറാണ്. ഒരു ഡീസൻറ്റ് പടം എന്ന് തന്നെ പറയാം. ക്ലാസ് മൂവി, ക്ലാസ് എൻ്റർടൈനർ. മാസ് മസാല അല്ല, ക്ലാസ് എൻ്റർടൈനർ. ഇപ്പം ഗൗതം ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇപ്പം ഗൗതമിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് തമിഴ്നാട്ടിൽ കുറച്ച് പ്രതിസന്ധിയൊക്കെ നേരിടുന്നു. ആ ഘട്ടത്തിൽ മമ്മൂക്ക കൊടുത്ത ഒരു കരുതലോടെ അതെ. അപ്പം മമ്മൂക്ക അത്രയും ചേർത്ത് നിർത്തിയത് തന്നെ അല്ലേ? ഗൗതമൻ ശരിക്കും മോഡൽ ഫാനാണ്. പക്ഷേ പുള്ളിയുടെ കുറേ ചാൻസ് കൊടുത്തിരിക്കും. അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനത്തെ മനസ്സിലാണ്. പിന്നെ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു.